ആദ്യത്തെ ഡെമോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ഡെമോ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മോട്ടോർ സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ്. മോട്ടോർ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അപ്പോൾ ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളെ കുറിച്ചൊന്ന് നോക്കാം. മോട്ടോർ സിസ്റ്റം ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ എസ്എ ടോപ്പിക്കാണ് നമ്മുടെ പിരമിഡൽ ട്രാക്ട് ഓർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട്. അതിൻ്റെ ഒറിജിന്, അതിൻ്റെ കോമ്പണൻസ്, അതിൻ്റെ ലീഷൻസ്. ഈ പിരമിഡൽ ട്രാക്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ തന്നെ ഇവിടെ നിന്ന് വരുന്ന എസ്സേസ്, ഇവിടെ വരുന്ന ഷോർട്ട് നോട്ട്സ്, ഇവിടെ നിന്ന് വരുന്ന ഫിഗേഴ്സ് ഒക്കെ നമുക്ക് കുറേയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു പിരമിഡൽ ട്രാക്ട് ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഏറ്റവും മെയിൻ ടോപ്പിക്. അതോടൊപ്പം തന്നെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നോക്കൂ, നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഇതെന്ന് ചോദിച്ചിട്ടുള്ളത് UMN LMN ലീഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ UMN ആൻഡ് LMN ലീഷൻസ്. പിന്നെ എക്സ്ട്രാ പിരമിഡൽ ട്രാക്റ്റിനെ കുറിച്ച്, പിരമിഡൽ ട്രാക്ട് പഠിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ പിരമിഡൽ ട്രാക്റ്റും കൂടി പഠിക്കാൻ കഴിയും. പിന്നെ ഉള്ളത് എന്താ, മസിൽ ടോണിനെ കുറിച്ച്, ബബിൻസ്കി സൈനെ കുറിച്ച്, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിരമിഡൽ ട്രാക്ട് ലീഷൻസിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിരമിഡൽ ട്രാക്ട് ലീഷൻസിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു UMN LMN ലീഷന് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പിരമിഡൽ ട്രാക്ട് പഠിക്കുന്നതിന് മുമ്പായിട്ട് UMN ഉം LMN ഉം തമ്മിലൊക്കെയുള്ള ഡിഫറൻസ്, അതുണ്ടാക്കുന്ന ലീഷൻസിൽ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ബബിൻസ്കി സൈൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ പിരമിഡൽ ട്രാക്ട് ലീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ബബിൻസ്കി സൈനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതുപോലെ പിരമിഡൽ ട്രാക്ട് ലീഷൻ. ഫിഗേഴ്സ് ആയിട്ട് കൂടുതലും ചോദിക്കാറുള്ളത് പിരമിഡൽ ട്രാക്ട്, അതുപോലെ തന്നെ മോട്ടോർ ഹോമങ്കിലസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഔട്ടർ അല്ലെങ്കിൽ ഓവർലേ എന്ന് പറയുന്നത് ഇതാണ്. ഇനി മോട്ടോർ സിസ്റ്റത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഞാൻ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യാണ്. ഈ ടച്ചിങ് എന്ന് പറയുന്നത് ഒരു ടച്ച് സെൻസേഷൻ ആണ് അല്ലേ. അതുപോലെ പെയിൻ ഒരു സെൻസേഷൻ ആണ്. അവിടെ ഞാനൊരു ഷാർപ്പ് ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള നമ്മുടെ ഹാൻഡിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തുകൊണ്ടാണോ ടച്ച് ചെയ്ത് അവിടെയുള്ള റിസപ്റ്റേഴ്സ് വഴി സിഗ്നൽസ് എൻ്റെ ഹയർ സെൻറ്ററിലോട്ട് അല്ലെങ്കിൽ ബ്രെയിനിലോട്ട് എത്തും അല്ലെ. സ്പൈനൽ കോഡൊക്കെ വഴി ബ്രെയിനിലോട്ട് എത്തും. ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോസസ്സിങ് നടക്കും. ഇതെന്താണ് സാധനം, ഇതൊരു ഷാർപ്പ് ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഇത് ഒരു ഹോട്ട് ഒബ്ജക്റ്റ് ആണ് എന്ന സെൻസേഷൻ എനിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു അസെൻഡിങ് പാത്വേ ആണ് അല്ലെ. താഴത്ത് നിന്ന് മുകളിലോട്ട് പോവാണ്. ഇതൊരു അസെൻഡിങ് പാത്വേ ആണ്. സോ സെൻസറി പാത്വേസ് ഒക്കെ അസെൻഡിങ് പാത്വേസ് ആയിരിക്കും. എന്നാൽ ഞാൻ ഈ ടച്ച് ചെയ്തിരിക്കുന്ന സാധനം ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് ആണ്. ഇതിന് ഒരുപാട് നേരം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാകും. അതുകൊണ്ട് നീ അവിടുന്ന് ഹാൻഡ് വിഡ്രോ ചെയ്യണം. അപ്പൊ ആ ഒരു വിഡ്രോവൽ എന്ന് പറയുന്ന ഒരു സംഭവം മോട്ടോർ ഫംഗ്ഷൻ അല്ലെ. നമ്മുടെ മസിൽസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്, സ്കെലറ്റൽ മസിൽസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതൊരു മോട്ടോർ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടത് എന്താ, മുകളിൽ നിന്ന് താഴോട്ടാണ് സിഗ്നൽ വേണ്ടത്. എൻ്റെ ഹയർ സെന്റേഴ്സിൽ നിന്ന് സിഗ്നൽസ് തരികയാണ്, ഈ മസിൽസിലോട്ട് സിഗ്നൽസ് തരികയാണ് അവിടുന്ന് ഹാൻഡ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താണ്, അതൊരു ഡിസെൻഡിങ് പാത്വേ ആണ്. അപ്പം മോട്ടോർ സിസ്റ്റം അല്ലെങ്കിൽ മോട്ടോർ പാത്വേസ് എല്ലാം ഡിസെൻഡിങ് പാത്വേസ് ആയിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പിരമിഡൽ ട്രാക്ട് ആയാലും എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട് ആയാലും ഇതെല്ലാം ഡിസെൻഡിങ് പാത്വേസ് ആണ്. സോ രണ്ട് തരം പാത്വേസ് ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ മോട്ടോർ സിസ്റ്റത്തിലുള്ള പാത്വേ ഡിസെൻഡിങ് പാത്വേസ് ആണ്. നിങ്ങൾക്ക് അസെൻഡിങ് പാത്വേന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സ്പൈനോ തലാമിക് ട്രാക്ട്, സ്പൈനൽ കോഡിൽ നിന്ന് തലാമസിലോട്ടുള്ളത് അസെൻഡിങ് പാത്വേ ആണ്. എന്നാൽ ഡിസെൻഡിങ് പാത്വേയുടെ എക്സാമ്പിൾ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട്, മുകളിൽ നിന്ന് താഴോട്ടുള്ളത് കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട്. അപ്പൊ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നിങ്ങൾ നോക്കൂ, ഇതൊരു ബ്രെയിനിന്റെ ഞാനൊരു സുപ്രോലാറ്ററൽ സർഫസ് വരച്ചതാണ്. ബ്രെയിൻ്റെ ഈ ഒരു ഏരിയ സുപ്രോലാറ്ററൽ സർഫസ് വരച്ചതാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ന്യൂറോ അനാറ്റമിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ ഒരു സെൻട്രൽ സൾക്കസ് ഉണ്ട് അല്ലെ. സെൻട്രൽ സൾക്കസ് ഉണ്ട്. ഈ സെൻട്രൽ സൾക്കസിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയയാണ് പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് എന്ന് വിളിക്കുക. ഈ ഒരു ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് എന്ന് വിളിക്കുക. ഈ ഒരു ഏരിയയാണ് പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് ഏരിയ. ഇനി അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഏരിയ ഉണ്ട്, അതാണ് പ്രീ മോട്ടോർ കോർട്ടെക്സ്. പ്രൈമറി മോട്ടോറിന്റെ മുന്നേ ഉള്ള ഏരിയ ആണ് പ്രീ മോട്ടോർ കോർട്ടെക്സ്. ഈ പ്രീ മോട്ടോർ കോർട്ടെക്സിന്റെ മുകളിലായിട്ട് ഒരു സപ്ലിമെന്ററി മോട്ടോർ ഏരിയ. ഇതാണ് primary motor area. Then this one is the premotor area. And this one is the supplementary motor area.
നിങ്ങൾ നോക്കൂ, ഞാനൊരു മോട്ടോർ ഫംഗ്ഷൻ ചെയ്യാൻ പോവാ അല്ലെ, ഒരു വോളണ്ടറി മോട്ടോർ ഫംഗ്ഷൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കൺട്രാക്ഷൻ ഓഫ് എ സ്കെലറ്റൽ മസിൽ, ഇതാണല്ലോ ഒരു മോട്ടോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു മോട്ടോർ ഫംഗ്ഷൻ ഞാൻ ചെയ്യാൻ പോവാണ്. ഇങ്ങനൊരു മോട്ടോർ ഫംഗ്ഷൻ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താ? നിങ്ങളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ആ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഒരു ഐഡിയ ഉദിക്കുകയാണ്. ഇപ്പം ഫോവിയ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഒരു ഇനീഷ്യേറ്റീവ്, അതിന് ആദ്യം എന്ത് വേണം? ഒരു ഐഡിയ വേണം അല്ലെ. ഈ ഐഡിയ മാത്രം ഉണ്ടായാൽ പോരാ, അതിനൊരു വ്യക്തമായ പ്ലാൻ വേണം. ഈ പ്ലാനിനെ പിന്നെ എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. ഇതാണ് നോർമൽ ആയിട്ട് വേണ്ടത്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി വേണം. ഇനീഷ്യലി നമ്മൾ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയണം, അതുപോലെ തന്നെ ഫൈനലി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയണം. ഇതാണ് ടോട്ടലായിട്ടൊരു ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഓവർവ്യൂ ആയിട്ടുള്ള സാധനം. ഇതാണ് അതന്നെയാണ് ഒരു വോളണ്ടറി മസിൽ കൺട്രാക്ഷനും ആവശ്യം. ഒരു മസിലിനെ കൺട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മസിലിനെ കൺട്രാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് വേണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റിനെ ഞാൻ ടച്ച് ചെയ്തു. അപ്പം എനിക്കൊരു ഐഡിയ വേണം, ഇവിടുന്ന് എന്ത് വേണം? ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ വേണം. ഇവിടുന്ന് ഈ ഈ ഒരു ഹാൻഡിനെ ഞാൻ വിഡ്രോ ചെയ്യണം എന്നുള്ളൊരു തോട്ട് വേണം. അപ്പൊ ആ തോട്ടിനെ എന്താദ്യം ചെയ്യണം? ഒന്ന് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഉണ്ടാക്കണം. ഇതിന് വേണ്ടത് ചില മൂവ്മെന്റുകളുടെ സപ്രഷൻ ആണോ, അല്ലെങ്കിൽ ഈ മൂവ്മെന്റിന് എത്രത്തോളം പ്രൊപ്പോർഷൻ വേണം അല്ലെ, എത്രത്തോളം എക്സ്റ്റെൻഡിൽ ഈ മൂവ്മെന്റ് നടക്കണം എന്നീ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. അതോടൊപ്പം തന്നെ എനിക്കറിയണം ഞാൻ ഇനീഷ്യലി എവിടെയാണ് അല്ലെ, എൻ്റെ പൊസിഷൻ എവിടെയാണ് എന്ന കാര്യം കൂടി അറിയണം. ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം വേണ്ടത് ഒരു തോട്ടാണ്, എനിക്കൊരു ഐഡിയ ആണ് ആദ്യം വേണ്ടത്. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക പ്രീ മോട്ടോർ ഏരിയയിൽ നിന്നാണ്. പ്രീ മോട്ടോർ ഏരിയ ആണ് ഐഡിയ അല്ലെങ്കിൽ തോട്ട് ഉണ്ടാകുക ഈ പ്രീ മോട്ടോർ ഏരിയയിലാണ്. പ്രീ മോട്ടോർ കോർട്ടക്സിൽ ഒരു തോട്ട് വന്നിരിക്കുന്നു, ഒരു ഐഡിയ വന്നിരിക്കുന്നു. ഇനി ഈ ഐഡിയനെ എക്സിക്യൂട്ട് ചെയ്യണം. ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം സിഗ്നൽസ് നൽകുന്നത് ബേസൽ ഗാംഗ്ലിയ ആണ്. ബേസൽ ഗാംഗ്ലിയ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവര് ഒരു അബ്സ്ട്രാക്ട് തോട്ടാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ, ഒരു ഐഡിയ ആണ്. ഈ തോട്ടിനെ ഇവരെന്ത് ചെയ്യും? ഈ തോട്ടിനെ ബേസൽ ഗാംഗ്ലിയ ഒരു മൂവ്മെന്റ് ആക്കി മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ബേസൽ ഗാംഗ്ലിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പലതരം മൂവ്മെന്റ്, ഒരു സ്കെലറ്റൽ മസിലിന്റെ പല രീതിയിൽ എന്ത് ചെയ്യാം? അതിന് മൂവ്മെന്റ്സ് ഉണ്ടാകും അല്ലെ. ആ പല രീതിയിലുള്ള മൂവ്മെന്റ്സുകളെ ഏതാണോ നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള മൂവ്മെന്റിനെ സെലക്ട് ചെയ്യും. സെലക്ട് ദി ഡിസൈഡ് മൂവ്മെന്റ് അല്ലെ, ഡിസൈഡ് ആയിട്ടുള്ള മൂവ്മെന്റിനെ സെലക്ട് ചെയ്യും. ആൻഡ് സപ്രസ് ദി അതർ മൂവ്മെന്റ്സ്. പലതരം മൂവ്മെന്റ്സ് ഉണ്ടാവും. ബാക്കി മൂവ്മെന്റുകളൊക്കെ സപ്രസ് ചെയ്യുകയും ഡിസൈഡ് ആയിട്ടുള്ള മൂവ്മെന്റിനെ സെലക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു പ്രൊപ്പോർഷൻ കൊടുക്കുക. ഈ മൂവ്മെന്റിനൊക്കെ ഒരു പ്രൊപ്പോർഷനും നൽകുക ആരുടെ പണിയാണ്? ബേസൽ ഗാംഗ്ലിയയുടെ പണിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത്ര എക്സ്റ്റെൻഡിൽ മതി ഈ മൂവ്മെന്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന മൂവ്മെന്റ് ഒരു എക്സ്റ്റെൻഡ് വരെ മതി, ഒരു പ്രൊപ്പോർഷൻ മതി. അതിനെ പോലും ഡിറ്റർമൈൻ ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയാണ്. സോ ആദ്യത്തെ സിഗ്നൽ നൽകുന്നത് പ്രീ മോട്ടോർ കോർട്ടക്സിൽ ഒരു ഐഡിയ വരുന്നു അല്ലെ, ഒരു തോട്ട് വരുന്നു, ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്, നമ്മളൊരു മൂവ്മെന്റ് ചെയ്യാൻ പോവാണ്. ഞാനൊരു ഷാർപ്പ് ഒബ്ജക്റ്റുമായി ടച്ച് ചെയ്തു, അതിനെ ഞാൻ തിരിച്ചെടുക്കാൻ പോവാ എൻ്റെ ഹാൻഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് വേണം? ഒരു എക്സ്റ്റെൻഡ് വേണം, ഒരു പ്രൊപ്പോർഷൻ വേണം. ഇത്ര മൂവ്മെന്റ് നടന്നാൽ മതി, ഈ മൂവ്മെന്റ് നടന്നാൽ മതി, ഈ ടൈപ്പ് മൂവ്മെന്റ് നടന്നാൽ മതി, ഇത്ര എമൗണ്ട് നടന്നാൽ മതി, ഇത്ര പ്രൊപ്പോർഷനിൽ നടന്നാൽ മതി. അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയാണ്. രണ്ടാമത് ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് അറിയണം, എവിടെയാണ് കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നതെന്നും കൂടി അറിയണം അല്ലേ. നമ്മുടെ പൊസിഷൻ ഓഫ് ദാറ്റ് മസിൽ, ഇൻഫർമേഷൻ അബൌട്ട് ദി പൊസിഷൻ ഓഫ് ദി മസിൽ ആണ് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത്. സോ പ്രൊപ്രിയോസെപ്ഷന് കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. അതുപോലെ തന്നെ ഒരു സീക്വൻസിങ്, നമ്മുടെ ഈ ടോട്ടൽ മൂവ്മെന്റ്, ഇപ്പൊ ഞാനൊരു ഷാർപ്പ് ഒബ്ജക്റ്റിൽ നിന്ന് എൻ്റെ കൈ എടുക്കുന്ന ഈ ഒരു ടോട്ടൽ മൂവ്മെന്റ് ഒരു സീക്വൻസിങ് ആണല്ലേ. ഈ സീക്വൻസിങ്, ആ മൂവ്മെന്റിന് ഒരു സീക്വൻസ് നൽകുന്നതും സെറിബെല്ലമാണ്. സോ സെറിബെല്ലം നൽകും സീക്വൻസിങ്. അപ്പൊ നമ്മൾ പറഞ്ഞു ബേസൽ ഗാംഗ്ലിയയുടെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. അപ്പം ഒന്നാമത് ബേസൽ ഗാംഗ്ലിയ സിഗ്നൽസ് കൊടുക്കും, ദെൻ സെറിബെല്ലം പ്രീ മോട്ടോർ ഏരിയക്ക് സിഗ്നൽസ് കൊടുക്കും. ഈ പ്രീ മോട്ടോർ ഏരിയയിൽ നിന്ന്, ഈ പ്രീ മോട്ടോർ കോർട്ടക്സിൽ നിന്ന് ഇനി ആ എക്സിക്യൂഷൻ നടക്കാൻ പോവുക, മൂവ്മെന്റിനുള്ള കമാൻഡ് നൽകാൻ പോവാണ്. ഈ നമ്മളിപ്പം ഉദ്ദേശിക്കുന്ന മൂവ്മെന്റിനുള്ള കമാൻഡ് മസിൽസിലോട്ട് നൽകാൻ പോകുന്നത് പ്രൈമറി മോട്ടോർ കോർട്ടക്സ് ആണ്. ഉദ്ദേശിക്കുന്ന മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്കെലറ്റൽ മസിൽസിന് ആ മൂവ്മെന്റിനുള്ള കമാൻഡ് നൽകുകയാണ് പ്രൈമറി മോട്ടോർ കോർട്ടക്സ്. ആ കമാൻഡ് അവർ നേരെ സ്പൈനൽ കോഡിലോട്ട് എത്തിക്കും അല്ലെ. സ്പൈനൽ കോഡിലേക്ക് ആ കമാൻഡ് പോകും. ഈ പോകുന്ന ഫൈബേഴ്സിനെ ഫ്രം കോർട്ടക്സ്
ടു സ്പൈനൽ കോഡ് കമാൻഡ് പോവാണ്. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആവശ്യമായിട്ടുള്ള മസിൽസിലോട്ട് കമാൻഡ് പോവാണ്. അപ്പം പ്രൈമറി മോട്ടോർ കോർട്ടക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് ജസ്റ്റ് കമാൻഡ് എന്ന് ആലോചിച്ചാൽ മതി. അവരെന്ത് കൊടുക്കും? സ്പൈനൽ കോഡിലേക്ക് നേരിട്ട് ഫൈബേഴ്സ് കൊടുക്കും. ഈ ഫൈബേഴ്സിനെ പറയുന്നവരാണ് കോർട്ടക്സ് ടു സ്പൈനൽ കോഡ്. ദേ ആർ കോൾഡ് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്. കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്. ഈ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് അതിന്റെ പാത്വേയിൽ മെഡുല്ലയിലൂടെ പോകുന്ന സമയത്ത് അത് പിരമിഡ്സ് ക്രിയേറ്റ് ചെയ്യും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിരമിഡൽ ട്രാക്ട് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് വഴി ഡിസൈഡ് ആയിട്ടുള്ള മസിൽസിലോട്ട് സിഗ്നൽസ് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ വേറെയും ഫൈബേഴ്സ് ഉണ്ട്. ഈ ഫൈബേഴ്സിന്റെ പ്രത്യേകത, പ്രൈമറി മോട്ടോർ കോർട്ടക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ചില ഫൈബേഴ്സ് ബ്രെയിൻ സ്റ്റെം വരെ പോകും. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ ഏതൊക്കെ? മിഡ് ബ്രെയിൻ, പോൺസ് മെഡില്ല, അവിടെയൊക്കെ ക്രേനിയൽ നെർവ് ന്യൂക്ലിയ ഉണ്ട്. അപ്പൊ കോർട്ടക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്രേനിയൽ നെർവ് ന്യൂക്ലിയയിൽ അവസാനിക്കുന്ന കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സ്, അതുപോലെ തന്നെ കോർട്ടിക്കോ ബൾബാർ ഫൈബേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ സംസാരിച്ചത് കോർട്ടിക്കോ സ്പൈനൽ ഫൈബേഴ്സിനെ കുറിച്ചാണ്. ഇവിടെ എന്തുണ്ട്? കോർട്ടിക്കോ ബൾബാർ ആൻഡ് കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സ് ഉണ്ട്. അതിനുശേഷം ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള വേറെ കുറച്ച് ഫൈബേഴ്സ് സ്പൈനൽ കോഡിലോട്ട് വരും. ഇത് ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് ഫ്രഷ് ആയിട്ട് വേറെ കുറെ ഫൈബേഴ്സ് സ്പൈനൽ കോഡിലോട്ട് വരും. ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം? ദേ ആർ കോൾഡ് എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട്. എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട്. സോ ഇത് ഇവിടെ വരുന്നത് കോർട്ടിക്കോ ബൾബാറും കോർട്ടിക്കോ ന്യൂക്ലിയറും. ഇവിടെ വരുന്നത് ഈ ഫൈബേഴ്സ് ആണ് കോർട്ടിക്കോ സ്പൈനൽ ഫൈബേഴ്സ്. ദെൻ എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു മൂവ്മെന്റിനെ കുറിച്ച് ആലോചിച്ച് ആ മൂവ്മെന്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മോട്ടോർ സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്കൂ, നമ്മളിപ്പോ പറഞ്ഞ ആരൊക്കെയാണ്? നമുക്കൊരു പിരമിഡൽ സിസ്റ്റം വേണം ഒരു മോട്ടോർ സിസ്റ്റം പറയുമ്പോൾ, അല്ലെ? കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ഒരു പിരമിഡൽ സിസ്റ്റം വേണം. ഇതിനെ നമുക്ക് UMN എന്നും കൂടി പറയാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യും, UMN കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പം അപ്പർ മോട്ടോർ ന്യൂറോൺസ് എന്നാട്ടോ പറയാം. അപ്പൊ പിരമിഡൽ സിസ്റ്റം വേണം, എക്സ്ട്രാ പിരമിഡൽ സിസ്റ്റം വേണം, അതുപോലെ തന്നെ സെറിബെല്ലാർ സിസ്റ്റം. എന്തിനാ സെറിബെല്ലാർ സിസ്റ്റം? സീക്വൻസിങ്ങിന് വേണ്ടിയിട്ട്, പ്രൊപ്രിയോസെപ്ഷന് വേണ്ടിയിട്ട്, പൊസിഷൻ ഓഫ് ദാറ്റ് മസിൽ എന്താണ്, ഇനീഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെറിബെല്ലാർ സിസ്റ്റം വേണം. ദെൻ അതിനുശേഷം ഇവിടെ ഇപ്പൊ സ്പൈനൽ കോഡ് വരെ എത്തി. സ്പൈനൽ കോഡിന് ശേഷം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. സ്പൈനൽ കോഡിന് ശേഷം ലോവർ മോട്ടോർ ന്യൂറോൺസ് കൂടി ആ ഒരു മസിൽ കൺട്രാക്ഷന് വേണ്ടിയിട്ട്, ആ ഒരു വളണ്ടറി ആക്ഷന് വേണ്ടിയിട്ട് ആവശ്യമാണ്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോവർ മോട്ടോർ ന്യൂറോൺസിനെ കുറിച്ചാണ്. ലോവർ മോട്ടോർ ന്യൂറോൺസിനെ കുറിച്ച് കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യും. അതിന്റെ മെജോറിറ്റി ഡിസ്കസ് ചെയ്തിരിക്കുന്നത് റിഫ്ലക്സസ് എന്ന് പറയുന്ന ഭാഗത്താണ്. റിഫ്ലക്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് ഏതൊക്കെയാണ് ലോവർ മോട്ടോർ ന്യൂറോൺസ്, എന്തൊക്കെയാണ് അപ്പർ മോട്ടോർ ന്യൂറോണും ലോവർ മോട്ടോർ ന്യൂറോണും തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ആയാലും എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട് ഒക്കെ ആയാലും ഇവര് ഹയർ സെന്റേഴ്സിൽ നിന്ന് വന്നിട്ട് നേരെ സ്പൈനൽ കോഡിൽ വന്ന് അവസാനിക്കുകയാണ്. ഇനി സ്പൈനൽ കോഡിൽ നിന്ന് മസിലിലോട്ട് ഫൈബേഴ്സ് പോകണം, അല്ലെ? നമ്മൾ സ്പൈനൽ കോഡിലെത്തി അവിടെ നിന്നൊരു സ്കെലറ്റൽ മസിലിലോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മൂവ്മെന്റ് നടത്താൻ ആവശ്യമായിട്ടുള്ള സ്കെലറ്റൽ മസിലിലോട്ട് ഫൈബേഴ്സ് പോകണം. ഈ ഫൈബേഴ്സിനെയാണ് നമ്മൾ ലോവർ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയാം. ഇപ്പൊ ഞാനൊരു സ്പൈനൽ കോഡ് വരയ്ക്കുകയാണ്, ജസ്റ്റ് ഒരു സ്പൈനൽ കോഡ് വരയ്ക്കുന്നു. ഇതിന്റെ ആന്റീരിയർ ഹോണിൽ വന്നിട്ട് നമ്മുടെ ഈ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ഒക്കെ അവസാനിച്ചു. ഈ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് അവസാനിച്ചു, അവിടെ സിഗ്നൽസ് ഒക്കെ കൊടുത്തു. ഈ സിഗ്നൽ കാരണമായിട്ട് ഒരു നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യണം. ആ നെർവ് പൊതുവെ മസിൽ ഫൈബേഴ്സിലോട്ട് പോകുന്ന ആ നെർവിനെ വിളിക്കുന്ന പേരാണ് ആൽഫ മോട്ടോർ ന്യൂറോൺസ്. ആൽഫ മോട്ടോർ ന്യൂറോൺസ്. ഈ ആൽഫ മോട്ടോർ ന്യൂറോൺസ് നേരെ ചെന്നിട്ട് എവിടെ എത്തും? ഈ ആൽഫ മോട്ടോർ ന്യൂറോൺ നേരെ ചെന്നിട്ട് സ്കെലറ്റൽ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. സോ ആൽഫ മോട്ടോർ ന്യൂറോൺസ് അത് ലോവർ മോട്ടോർ ന്യൂറോൺ, അല്ലെ? സ്പൈനൽ കോഡിൽ നിന്ന് പിന്നെ വരുന്ന ന്യൂറോൺസ് ആണ് ലോവർ മോട്ടോർ ന്യൂറോൺസ്. ഇതേപോലെ തന്നെ വേറൊരു ന്യൂറോണും കൂടി ഉണ്ട്. ആ ന്യൂറോണിന്റെ പേരാണ് ഗാമ മോട്ടോർ ന്യൂറോൺസ്. ഇതും സ്കെലറ്റൽ മസിലിലോട്ടാണ് പോവുക. ഇതിന്റെ പേര് ഗാമ മോട്ടോർ ന്യൂറോൺസ്. ഓക്കെ, അപ്പൊ രണ്ട് മോട്ടോർ ന്യൂറോൺസിനെ പറഞ്ഞു. രണ്ടും ലോവർ മോട്ടോർ ന്യൂറോൺസ് ആണ്. ഒന്ന് ആൽഫ മോട്ടോർ ന്യൂറോൺസ്, ഒന്ന് ഗാമ മോട്ടോർ ന്യൂറോൺസ്. നിങ്ങൾ നോക്കുക, ആൽഫ മോട്ടോർ ന്യൂറോൺസ് നമ്മളൊരു സ്കെലറ്റൽ മസിൽ, ഞാനൊരു ജസ്റ്റ് ഒരു സ്കെലറ്റൽ മസിൽ വരയ്ക്കുകയാണ്. ഈ സ്കെലറ്റൽ മസിലിന് എക്സ്ട്രാ ഫ്യൂസൽ ഫൈബറും ഉണ്ട്, അതുപോലെ തന്നെ അതിനൊരു ഇൻട്രാഫ്യൂസൽ ഫൈബറും ഉണ്ട്. ഒരു സ്കെലറ്റൽ മസിൽ എടുക്കുന്ന സമയത്ത് അതിനൊരു എക്സ്ട്രാ ഫ്യൂസൽ ഫൈബറും അതുപോലെ തന്നെ ഒരു ഇൻട്രാഫ്യൂസൽ ഫൈബറും ഉണ്ട്. എക്സ്ട്രാ ഫ്യൂസൽ ഫൈബേഴ്സ്, ഞാൻ ഈ വരച്ചതിനെ എക്സ്ട്രാ ഫ്യൂസൽ എന്ന് നമുക്ക് വിളിക്കാം, എക്സ്ട്രാ ഫ്യൂസൽ എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് ഇൻട്രാഫ്യൂസൽ എന്ന് വിളിക്കാം.
ഓക്കെ. എക്സ്ട്രാ ഫ്യൂസൽ ഫൈബർ കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മസിൽ കൺട്രാക്ട് ചെയ്യുക. എക്സ്ട്രാ ഫ്യൂസൽ ഫൈബറിന്റെ കൺട്രാക്ഷൻ കാരണമാണ് ഒരു മസിൽ കൺട്രാക്ട് ചെയ്യുന്നത്. ഇൻട്രാഫ്യൂസൽ ഫൈബർ യഥാർത്ഥത്തിൽ ഒരു സെൻസറി പാർട്ടാണ്. ഇപ്പൊ മസിൽ സ്പിൻഡിൽ എന്ന് നമ്മൾ പറയും. മസിൽ സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു റിസപ്റ്റർ ആണ്, മസിലിന്റെ ഉള്ളിലുള്ള ഒരു റിസപ്റ്റർ. ആ മസിൽ സ്പിൻഡിലൊക്കെ ഇൻട്രാഫ്യൂസൽ ഫൈബേഴ്സ് ആണ്. അപ്പം ഒരു മസിൽ കൺട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫ്യൂസൽ ഫൈബേഴ്സ് കൺട്രാക്ട് ചെയ്യണം. ഇൻട്രാഫ്യൂസൽ ഫൈബേഴ്സ് സെൻസറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം ഇവിടെ ഇപ്പോൾ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് അവസാനിക്കുകയാണ് ആൽഫ മോട്ടോർ ന്യൂറോൺസിന്. ഈ ആൽഫ മോട്ടോർ ന്യൂറോൺസ് നേരെ വന്നിട്ട് സ്കെലറ്റൽ മസിൽസിന്റെ എക്സ്ട്രാ ഫ്യൂസൽ ഫൈബേഴ്സിനെ സപ്ലൈ ചെയ്യും. അപ്പൊ ആൽഫ മോട്ടോർ ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഫ്യൂസൽ ഫൈബേഴ്സ് കൺട്രാക്ട് ചെയ്യും, മസിൽ കൺട്രാക്ഷൻ ഒക്കർ ചെയ്യും. ഓക്കെ, അതാണ് ആൽഫ മോട്ടോർ ന്യൂറോണിന്റെ പണി. ഇനി ഗാമ മോട്ടോർ ന്യൂറോൺസിനെ കുറിച്ച് പറയുമ്പോൾ ഗാമ മോട്ടോർ ന്യൂറോൺസ് നേരെ വരുന്നത് ഈ ഇൻട്രാഫ്യൂസൽ ഫൈബേഴ്സിലോട്ടാണ്. ഗാമ മോട്ടോർ ന്യൂറോണിനെ കുറിച്ച് കുറച്ച് കാര്യം പറയണം. കാരണം നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പം നേരെ നിൽക്കുകയാണ്, ഒരു പോസ്ചറിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, നമ്മളൊരു ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മസിൽസ് കൺട്രാക്ട് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്തിട്ടാണോ നിൽക്കുന്നത്? എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മസിൽസ് ഒക്കെ കൺട്രാക്റ്റഡ് ആണോ ആ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ്ഡ് ആണോ? അല്ല, നമ്മുടെ മസിലിന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ആയിട്ടൊരു ടോൺ ഉണ്ട് അല്ലെ, ഒരു ഇന്റേണൽ ടോൺ നമ്മുടെ മസിൽസിനുണ്ട്. ആ ടോൺ, മസിൽ ടോൺ എന്ന് പറയുന്ന സാധനത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഗാമ മോട്ടോർ ന്യൂറോൺസ് ആണ്. എന്താണ് മസിൽ ടോൺ? നിങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരു മസിൽ എടുക്കുക, ഫോർ എക്സാമ്പിൾ ഡെൽറ്റോയിഡ് അല്ലെങ്കിൽ ബൈസെപ്സ്. ഈ മസിൽ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഒറിജിൻ മുതൽ ഇൻസേർഷൻ വരെയുള്ള ലെങ്ത് നോക്കുക. എപ്പോഴും ആ മസിലിന്റെ ലെങ്ത് കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുക. അതിന് കാരണം എന്താ? ചെറിയൊരു കൺട്രാക്റ്റഡ് സ്റ്റേറ്റിലാണ് ആ മസിൽ ഉള്ളത്. അതിൻ്റെ ഉള്ളിലൊരു ടോൺ ഉണ്ട്, മസിൽ ടോൺ ഉണ്ട്. ആ മസിൽ ടോണിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് സെറിബെല്ലവും അതുപോലെ തന്നെ ഈ ഗാമ മോട്ടോർ ന്യൂറോണുമാണ്. ഗാമ മോട്ടോർ ന്യൂറോൺസിന്റെ ആക്ടിവേഷൻ കാരണമാണ് മസിൽ ടോണ് നിലനിൽക്കുന്നത്. അപ്പൊ ഞാൻ ആ ഗാമ മോട്ടോർ ന്യൂറോണെ എനിക്ക് ഡാമേജ് സംഭവിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ഹൈപ്പോട്ടോണിയ സംഭവിക്കും. കാരണം മസിൽ ടോൺ അവിടെ കുറയും, അവിടെ മസിൽ ടോൺ ഉണ്ടാകില്ല, ഹൈപ്പോട്ടോണിയ ഉണ്ടാകും. ഈ ഗാമ മോട്ടോർ ന്യൂറോണ് ഞാൻ പറയുന്നു ഒരു ചെറിയൊരു കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ചെറിയൊരു മസിൽ ടോൺ ഉണ്ടാക്കുന്നു. ഈ ടോണ് ഒരിക്കലും കൂടാൻ പാടില്ല. ഇതെപ്പോഴും സബ് ടെറ്റനിക് ലെവലിലായിരിക്കണം. എന്തായിരിക്കണം? സബ് ടെറ്റനിക് ലെവൽ. കാരണം കൂടുതലായാൽ ടെറ്റനിക് കൺട്രാക്ഷൻ ആയിരിക്കും അല്ലേ. കൺട്രാക്റ്റഡ് ആയിട്ട് ടെറ്റനസ് ബാധിച്ച ആൾക്കാരെ പോലെ റൈസസ് സാർഡോണിക്കസ് പൊസിഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? അതേമാതിരി എല്ലാ മസിലും റിജിഡ് ആയിട്ട് നിൽക്കും. അത്ര ഇല്ല, നോർമൽ ആയിട്ടൊരു മനുഷ്യന്റെ ശരീരത്തിൽ ഈ പറയുന്ന മസിൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ ഗാമ മോട്ടോർ ന്യൂറോൺസ് ആണ് സഹായിക്കുന്നത്. എന്നാൽ ആൽഫ മോട്ടോർ ന്യൂറോൺസ് യഥാർത്ഥത്തിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഒരു കൺട്രാക്ഷൻ ആണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ മസിൽ ടോണ്, നമ്മളിപ്പം പറഞ്ഞ മസിൽ ടോണ് യഥാർത്ഥത്തിൽ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ലോക്കൽ സ്ട്രെച്ച് റിഫ്ലക്സ് ആണ്. ഓക്കെ, എന്നാൽ ആൽഫ മോട്ടോർ ന്യൂറോൺ ഉണ്ടാക്കുക ഇൻഡ്യൂസ്ഡ് സ്ട്രെച്ച് റിഫ്ലക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഡീപ്പ് ടെൻഡൻ റിഫ്ലക്സ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ ഇതിനെ. ഇപ്പൊ നിങ്ങളറിയാം, നിങ്ങൾക്ക് നീ ഹാമർ ഒക്കെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നീ ഹാമർ നമ്മൾ ഫിസിയോളജി ലാബിലൊക്കെ കാണാറുണ്ട്. നമ്മുടെ ഒരു ടെൻഡനെ നമ്മളിങ്ങനെ നീ ഹാമർ യൂസ് ചെയ്തിട്ട് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ഒരു ടെൻഡനെ ഞാൻ നീ ഹാമർ യൂസ് ചെയ്തിട്ട് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മസില്, ടെൻഡൻ കണക്ട് ചെയ്തിരിക്കുന്ന മസിലിന് ഒരു സ്ട്രെച്ച് സംഭവിച്ചു. ഓക്കെ, എന്ത് സംഭവിക്കുന്നത്? ആ ടെൻഡൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലിന് ഒരു സ്ട്രെച്ചിങ് സംഭവിച്ചു. ഈ സ്ട്രെച്ചിങ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റിമുലസ് ആണ്. ആ സ്റ്റിമുലസിനെ ഈ പറയുന്ന മസിലിലുള്ള സെൻസറി, ഞാൻ പറഞ്ഞല്ലോ ഇൻട്രാഫ്യൂസൽ ഫൈബേഴ്സിൽ സെൻസറി നെർവ് എൻഡിങ്സുകളുണ്ട്, ഈ സെൻസറി നെർവ്സ് നേരെ കൊണ്ടുപോകും എവിടേക്ക്? സ്പൈനൽ കോഡിലോട്ട് കൊണ്ടുപോകും. ഇതാണ് 1A അഫറന്റ് ഫൈബേഴ്സ്. ഇവരെന്ത് ചെയ്യും? സ്ട്രെച്ച് സംഭവിച്ചിരിക്കുന്നു, ആ മസിലിന്റെ സ്ട്രെച്ച് സംഭവിച്ചിരിക്കുന്നു. സെൻസറി നെർവ് അല്ലെങ്കിൽ സെൻസറി സിഗ്നൽസ് നേരെ സ്പൈനൽ കോഡിലോട്ട് കൊണ്ടുപോകും. സ്പൈനൽ കോഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്പൈനൽ കോഡിലെ ആന്റീരിയർ ഹോൺസെല്ലിൽ നിന്ന് ആൽഫ മോട്ടോർ ന്യൂറോൺസ് വഴി സിഗ്നൽസ് വരും. എന്തിനു വേണ്ടിയിട്ട്? സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന മസിലിനെ കൺട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ അതൊരു റിഫ്ലക്സ് ആണ് അല്ലേ.
ഇവിടെ സ്ട്രെച്ച് നടക്കുന്നു, അപ്പം തന്നെ സെൻസറി വഴി നേരെ സ്പൈനൽ കോഡിൽ എത്തുന്നു. സ്പൈനൽ കോഡിൽ നിന്ന് ആൽഫ മോട്ടോർ ന്യൂറോൺ നേരെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൽഫ മോട്ടോർ ന്യൂറോൺ വഴി സിഗ്നൽസ് നേരെ വന്നിട്ട് മസിലിനെ കൺട്രാക്ട് ചെയ്യുന്നു. സ്ട്രെച്ച് നടക്കുന്നു, കൺട്രാക്ട് ചെയ്യുന്നു. ആ കൺട്രാക്ഷനെ അതൊരു ഇൻഡ്യൂസ്ഡ് സ്ട്രെച്ച് അല്ലേ, നമ്മളൊരു ഹിറ്റ് കൊടുത്തതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു സ്ട്രെച്ചാണ്. ആ സ്ട്രെച്ചിന് എതിരായിട്ടൊരു കൺട്രാക്ഷൻ നടത്തുന്നത് ആൽഫ മോട്ടോർ ന്യൂറോൺ ആണ്. ഇതെന്താണ് യഥാർത്ഥത്തിൽ? ഇൻഡ്യൂസ്ഡ് സ്ട്രെച്ച് റിഫ്ലക്സ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാമ മോട്ടോർ ന്യൂറോൺ വഴി ഒരു ലോക്കൽ സ്ട്രെച്ച് റിഫ്ലക്സ്, ഒരു സ്പോണ്ടേനിയസ് ലോക്കൽ സ്ട്രെച്ച് റിഫ്ലക്സ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതാണ് ലോവർ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പിരമിഡൽ ട്രാക്ട് പറയുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതുവരെ നമ്മൾ പഠിച്ചൊരു കാര്യം വെച്ചിട്ട് എന്താണ് ലോവർ മോട്ടോർ ന്യൂറോൺസ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം: സ്പൈനൽ കോഡിന്റെ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ അപ്പർ മോട്ടോർ ന്യൂറോൺസ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഫൈബേഴ്സിനെയൊക്കെ നമുക്ക് ലോവർ മോട്ടോർ ന്യൂറോൺസ് എന്ന് വേണമെങ്കിൽ ഇപ്പം വിളിക്കാം. അത് യഥാർത്ഥത്തിൽ അത് മാത്രമല്ല ലോവർ മോട്ടോർ ന്യൂറോൺസ്, വേറെയും ലോവർ മോട്ടോർ ന്യൂറോൺസ് ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിരമിഡൽ ട്രാക്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകും. സോ ഇത്രയാണ് ലോവർ മോട്ടോർ ന്യൂറോൺസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ നോക്കേണ്ട ഭാഗങ്ങളാണ് സ്ട്രെച്ച് റിഫ്ലക്സ്, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്ട്രെച്ച് റിഫ്ലക്സ്. അതുപോലെ തന്നെ മസിൽ സ്പിൻഡിൽ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ, ഈ 2 പോയിന്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം സ്ട്രെച്ച് റിഫ്ലക്സ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, മസിൽ സ്പിൻഡിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇത് മോട്ടോർ സിസ്റ്റം എന്നുള്ള പാർട്ടിലല്ല, റിഫ്ലക്സ് സിസ്റ്റം. ഈ ഒരു ഓൾ ചാപ്റ്ററിലെ റിഫ്ലക്സ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഭാഗത്താണ് ഈ 2 ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സ്ട്രെച്ച് റിഫ്ലക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ മസിൽ സ്പിൻഡിലിന്റെ ഫിഗറും അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പിരമിഡൽ ട്രാക്റ്റിലോട്ട് എത്തിക്കുകയാണ്. നമ്മൾ പിരമിഡൽ ട്രാക്ട് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നതിന് പകരം പിരമിഡൽ ട്രാക്ട് എങ്ങനെയാണ് അതിന്റെ ഫംഗ്ഷൻസ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് പറയാണ്. അപ്പം പിരമിഡൽ ട്രാക്ട് കോർട്ടക്സിൽ നിന്ന് തുടങ്ങിയിട്ട് സ്പൈനൽ കോഡിൽ എത്തി, സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന ലോവർ മോട്ടോർ ന്യൂറോൺസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നേരെ കേട്ടാ പിരമിഡൽ ട്രാക്റ്റിലേക്കാണ്. അപ്പം പിരമിഡൽ ട്രാക്റ്റിന്റെ ക്വസ്റ്റ്യൻസിൽ പൊതുവെ ചോദിക്കാൻ അതിന്റെ ഫിഗർ വരയ്ക്കാനാണ്. ഈ പിരമിഡൽ ട്രാക്റ്റിന്റെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ആ ഫിഗർ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ, ഫിഗർ വൃത്തിക്ക് വരച്ചു കഴിഞ്ഞാൽ തന്നെ മാർക്ക് ഉറപ്പാണ്. അപ്പൊ ആ ഫിഗറിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫിഗർ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് എവിടെ നിന്നാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എവിടുന്നായിരിക്കും ഒറിജിൻ ചെയ്യുക? പ്രീ മോട്ടോർ കോർട്ടക്സിൽ നിന്ന്, അതുപോലെ തന്നെ പ്രൈമറി മോട്ടോർ കോർട്ടക്സിൽ നിന്ന്. നോക്കൂ, 30% ഫൈബേഴ്സ് പ്രൈമറി മോട്ടോർ കോർട്ടക്സിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. 30% ഫൈബേഴ്സ് പ്രീ മോട്ടോർ ആൻഡ് സപ്ലിമെന്ററി മോട്ടോർ കോർട്ടക്സ്. നമ്മളിത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സപ്ലിമെന്ററി മോട്ടോർ കോർട്ടക്സും പ്രീ മോട്ടോർ കോർട്ടക്സും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ വരച്ച ഫിഗറിൽ. പിന്നെ 40% വരുന്നത് സൊമാറ്റോ സെൻസറി ഏരിയയിൽ നിന്നാണ്. സൊമാറ്റോ സെൻസറി ഏരിയ. അപ്പൊ ഈ പോയിന്റ് 30% ഫ്രം പ്രൈമറി മോട്ടോർ കോർട്ടക്സ്, 30% ഫ്രം പ്രീ മോട്ടോർ കോർട്ടക്സ്, then 40% ഫ്രം സൊമാറ്റോ സെൻസറി ഏരിയ. നോക്കൂ, അപ്പൊ പ്രീ സെൻട്രൽ ഗൈറസ് അല്ലെ, പ്രീ സെൻട്രൽ സൾക്കസിന്റെ തൊട്ട് മുമ്പേ ഉള്ളത് പ്രീ സെൻട്രൽ ഗൈറസ്. ആ പ്രീ സെൻട്രൽ ഗൈറസിൽ നിന്ന് ഫൈബേഴ്സ് ഒറിജിനേറ്റ് ചെയ്യാൻ കേട്ടോ. ഒറിജിനേറ്റ് ചെയ്തു, കൊറോണ റേഡിയേറ്റയിൽ കൺവേർജ് ചെയ്തു. കൊറോണ റേഡിയേറ്റയിൽ കൺവേർജ് ചെയ്തിട്ട് ഇത് ഇന്റേണൽ ക്യാപ്സ്യൂളാ കേട്ടോ. ഈ വരച്ചിരിക്കുന്നത് ഇന്റേണൽ ക്യാപ്സ്യൂളാ. ഇന്റേണൽ ക്യാപ്സ്യൂളിന്റെ ജനു അതുപോലെ തന്നെ പോസ്റ്റീരിയർ ലിംബ്, ഇന്റേണൽ ക്യാപ്സ്യൂളിന്റെ ജനു ആൻഡ് പോസ്റ്റീരിയർ ലിംബിലൂടെ ഈ ഫൈബേഴ്സ് കടന്നു പോകും. പോസ്റ്റീരിയർ ലിംബിന്റെ ആന്റീരിയർ 2/3 ഇത് കടന്നു പോവുക. നോക്കൂ, പോസ്റ്റീരിയർ ലിംബിന്റെ ആന്റീരിയർ 2/3 ഈ ഫൈബേഴ്സ് പോവുക. സോ ജനുവിലൂടെയും പോസ്റ്റീരിയർ ലിംബിന്റെ ആന്റീരിയർ 2/3 ഈ ഫൈബേഴ്സ് കടന്നു ചെല്ലും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്റേണൽ ക്യാപ്സ്യൂളിന് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇന്റേണൽ ക്യാപ്സ്യൂളിലുള്ള ലീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റേണൽ ക്യാപ്സ്യൂളിൽ ലീഷൻസ് വരാറുണ്ട്. ഇന്റേണൽ ക്യാപ്സ്യൂളിൽ ലീഷൻ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകുക എന്ന് പൊതുവെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. സോ ഇന്റേണൽ ക്യാപ്സ്യൂളിന്റെ ജനുവിലൂടെയും പോസ്റ്റീരിയർ ലിംബിന്റെ ആന്റീരിയർ 2/3 ഫൈബേഴ്സ് കടന്നു ചെല്ലും. വന്നിട്ട് അത് ബ്രെയിൻ സ്റ്റെമ്മിലോട്ട് കയറുക. ബ്രെയിൻ സ്റ്റെമ്മിൽ പറയുമ്പോൾ മിഡ് ബ്രെയിനിലെത്തും. മിഡ് ബ്രെയിനിൽ നിന്ന് കുറച്ച് ഫൈബേഴ്സ് ക്രേനിയൽ നെർവ് ന്യൂക്ലിയർ, ക്രേനിയൽ നെർവ് 3-ടെയും 4-ടെയും ന്യൂക്ലിയസിൽ ടെർമിനേറ്റ് ചെയ്യും. മിഡ് ബ്രെയിനിൽ ദേ ആർ കോൾഡ് കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സ്. ഇവിടെ ടെർമിനേറ്റ് ചെയ്ത ഈ ഫൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സ്. കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സ്. ഓക്കെ, കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സ് ടെർമിനേറ്റ് ഓൺ ക്രേനിയൽ നെർവ് ന്യൂക്ലിയർ 3 and 4. നോക്കൂ, ഓപ്പോസിറ്റ് സൈഡിലാണ് അവിടെ ടെർമിനേഷൻ നടന്നിട്ടുള്ളത്. നോക്കൂ, ഇത് ഞാനൊരു സെന്റർ ആയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ക്രേനിയൽ ന്യൂക്ലിയയിലാണ് എന്ത് ചെയ്യുക
അത് പോയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്ന് ക്രേനിയൽ നെർവ് വരും. ക്രേനിയൽ നെർവ് വന്നിട്ട് ഡിസൈഡ് പാർട്ടിൽ പോയി സപ്ലൈ ചെയ്യും. സോ അതാണ് ഒന്നാമത്തെ കേസ്. ഇനി വീണ്ടും ഈ മിഡ് ബ്രെയിൻ കഴിഞ്ഞിട്ട് താഴോട്ട് വരിക, പോൺസിലോട്ട് വരുന്നു, മെഡുലയിലോട്ട് വരുന്നു. പോൺസിലോട്ട് വരുമ്പോൾ ഇവിടെ 5-6 ക്രേനിയൽ നെർവ് 5-6-7 സപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഒന്നും ഞാൻ 1നെ കുറിച്ചോ ക്രേനിയൽ നെർവ് 1നെ കുറിച്ചോ ക്രേനിയൽ നെർവ് 2നെ കുറിച്ചോ ക്രേനിയൽ നെർവ് 8നെ കുറിച്ചോ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എന്താ, ക്രേനിയൽ നെർവ് 1 ആണെങ്കിലും 2 ആണെങ്കിലും 8 ആണെങ്കിലും അവർക്ക് സെൻസറി പാർട്ട് മാത്രമേ ഉള്ളൂ, അവർക്ക് മോട്ടോർ പാർട്ട് ഇല്ല. നമ്മളിപ്പം പഠിക്കുന്നത് മോട്ടോർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. സോ മോട്ടോർ പാർട്ട് ഇല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ക്രേനിയൽ നെർവ് 3ഉം 4ഉം അവർക്ക് മോട്ടോർ പാർട്ട് ഉണ്ട്. 5-6-7 മോട്ടോർ പാർട്ട് ഉണ്ട്. 3ക്കും 4നും സപ്ലൈ വരുന്നത് മിഡ് ബ്രെയിൻ നിന്നാണ്. 5-6-7 സപ്ലൈ വരുന്നത് പോൺസിൽ നിന്നാണ്. ദെൻ മെഡുലയിലെത്തുമ്പോൾ മെഡുലയുടെ അപ്പർ പാർട്ടിൽ കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സ് ആർക്കൊക്കെ സപ്ലൈ കൊടുക്കും, 9, 10, 11, 12 ക്രേനിയൽ ന്യൂക്ലിയസിന് സപ്ലൈ കൊടുക്കും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലാണ് സപ്ലൈ വരുന്നത്. ഇതേപോലെ തന്നെ ബൈലാറ്ററൽ സപ്ലൈ ആർക്ക് കിട്ടുന്നുണ്ട്, ഓരോ ക്രേനിയൽ നെർവിനും കിട്ടുന്നുണ്ട്, എക്സെപ്റ്റ് ഫോർ ഫേഷ്യൽ നെർവ് ന്യൂക്ലിയർ. ഫേഷ്യൽ നെർവ് ന്യൂക്ലിയറിന്റെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഈ പിരമിഡൽ ട്രാക്ട് മൊത്തമായിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഫേഷ്യൽ നെർവിന്റെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് നമ്മൾ പഠിക്കും. കാരണം ഇറ്റ് ഈസ് ഹൈലി ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയാം. അപ്പൊ അങ്ങനെ അപ്പർ പാർട്ട് ഓഫ് മെഡുലയും കഴിഞ്ഞ് അവിടെ കുറച്ച് ക്രേനിയൽ നെർവിന് സപ്ലൈ ഒക്കെ കൊടുത്ത്, ഓപ്പോസിറ്റ് സൈഡിലെ ക്രേനിയൽ നെർവിന് സപ്ലൈ ഒക്കെ കൊടുത്ത് ഈ പിരമിഡൽ ട്രാക്ട് ഇങ്ങനെ താഴോട്ട് വരിക. ഇങ്ങനെ താഴോട്ട് വന്ന് ലോവർ പാർട്ട് ഓഫ് മെഡിൽ എത്തിയപ്പോൾ ഇത് ഡെക്യുസേറ്റ് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഫൈബേഴ്സ് മൂവ് ചെയ്തു. 80% ഓഫ് ദി ഫൈബേഴ്സ്, ആ വന്ന ഫൈബേഴ്സിലെ 80% ഫൈബേഴ്സ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയി, എന്നിട്ട് ഡിസെൻഡ് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് പിരമിഡൽ ഡെക്യുസേഷൻ. ഇതിനെയാണ് നമ്മൾ പിരമിഡൽ ഡെക്യുസേഷൻ എന്ന് പറയാം. കണ്ടോ, 80% ഫൈബേഴ്സ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തിട്ട് പിന്നെ സ്പൈനൽ കോഡിലോട്ട് പോയി. എന്നാൽ 20% ഫൈബേഴ്സ് ക്രോസ് ചെയ്യാതെ നേരെ തന്നെ താഴോട്ട് വന്നു. ദേ ആർ കോൾഡ് വെൻട്രൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട്. ആൻഡ് ആ ക്രോസ് ചെയ്ത ആൾക്കാർ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട്, ഇത് വെൻട്രൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട്. രണ്ടിന്റെയും ഫംഗ്ഷൻസിൽ ഡിഫറൻസ് ഉണ്ട്. ഈ ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട്, 80% ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് വന്നിട്ട് ആന്റീരിയർ ഹോൺ സെൽ ഓഫ് സ്പൈനൽ കോഡിൽ വന്ന് ടെർമിനേറ്റ് ചെയ്യാണ്. എന്നിട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ലോവർ മോട്ടോർ ന്യൂറോണിന്റെ കൺസെപ്റ്റ് അല്ലെ, ആൽഫ മോട്ടോർ ന്യൂറോൺ വന്നിട്ട് സ്കെലറ്റൽ മസിലോട്ട് പോകുന്നു. ഈ പോകുന്ന സ്കെലറ്റൽ മസിലൊക്കെ ഡിസ്റ്റൽ മസിൽസ് ആയിരിക്കും, ഡിസ്റ്റൽ ലിംബിലെ മസിൽസ് ആയിരിക്കും. ഈ പോകുന്ന ഫൈബേഴ്സ് നേരെ പോവുക ഡിസ്റ്റൽ മസിൽസ് ഓഫ് ലിംബിലെ ഡിസ്റ്റൽ മസിൽസ് അല്ലെ, അതുപോലെ തന്നെ തമ്പ്, ഇവിടേക്കാണ് ഈ പോകുന്ന ലാറ്ററൽ 80% ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ട് അവരുടെ ഫംഗ്ഷൻ കൊടുക്കാൻ പോകുന്നത് ഡിസ്റ്റൽ ലിംബ് മസിലാണ്. എന്നാൽ ഈ വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ മെഡുല്ലയിൽ ക്രോസ് നടന്നിട്ടില്ല. പിരമിഡൽ ഡെക്യുസേഷനിലെ 20% ഫൈബേഴ്സിന് മെഡുല്ലയിൽ ക്രോസ് നടന്നിട്ടില്ല. എന്നാൽ ഇവർ സ്പൈനൽ കോഡ് വരെ എത്തി, 20% സ്പൈനൽ കോഡ് വരെ എത്തി. ആസ് വെൻട്രൽ അല്ലെങ്കിൽ ആന്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ആയിട്ട് അവർ സ്പൈനൽ കോഡ് വരെ എത്തി. ഇനി ഇവിടുന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്റർ ന്യൂറോൺ വഴി വരയ്ക്കുകയാണ്. ഒരു ഇന്റർ ന്യൂറോൺ വഴി ഇവർ ഓപ്പോസിറ്റിലോട്ട് കടക്കും. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൽഫ മോട്ടോർ ന്യൂറോണിന് ഫംഗ്ഷൻ കൊടുക്കും. ഇവിടെ സംഭവിച്ചത് എന്താണ്, ആന്റീരിയർ വന്നിട്ട് ഒരു ഇന്റർ ന്യൂറോൺ വഴി ഓപ്പോസിറ്റിലോട്ട് പോയി. മെഡുല്ലേന്ന് ഓപ്പോസിറ്റ് പോയില്ല, സ്പൈനൽ കോഡിന്റെ ലെവലില്, ടെർമിനേഷന്റെ ലെവലില് അവർ ഓപ്പോസിറ്റിലേക്ക് കടന്നു. ആ ആൽഫ മോട്ടോർ ന്യൂറോണ് ഇപ്പം ഇവര് ആന്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്ന ഇന്റർ ന്യൂറോൺ പോയി സിനാപ്സ് ചെയ്ത ആൽഫ മോട്ടോർ ന്യൂറോൺസ് പ്രോക്സിമൽ മസിൽസിലേക്കാണ് സപ്ലൈ പോകുന്നത്. പ്രോക്സിമൽ മസിൽസിലോട്ടാണ് സപ്ലൈ പോകുന്നത്. സോ നിങ്ങൾ ഒറിജിൻ എവിടുന്നാന്ന് പഠിക്കണം. പിന്നെ അതിൻ്റെ ആ ഒരു സോഴ്സ്, ആ ഒരു ഫോർമാറ്റ്, പിക്ചർ വരയ്ക്കാൻ, ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. ഡയഗ്രാം വരയ്ക്കുമ്പോഴൊക്കെ ഇതേപോലെ എഴുതണം. ഇന്റേണൽ ക്യാപ്സ്യൂളിൽ എങ്ങനെയാണ് പോകുന്നത്, പിന്നെ കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സ് ഏതൊക്കെയാണ്, കോർട്ടിക്കോ ബൾബാർ ഫൈബേഴ്സ്, ദീസ് ആർ കോൾഡ് കോർട്ടിക്കോ ബൾബാർ ഫൈബേഴ്സ്. കോർട്ടിക്കോ ബൾബാർ ഫൈബേഴ്സ് എവിടെയൊക്കെയാണ്, മെഡുല്ലയുടെ ലോവർ പാർട്ടിൽ ഡെക്യുസേഷൻ നടക്കുന്നു, എത്ര % ആണ് പോയത് ലാറ്ററൽ ആയത്, എത്ര % ആണ് വെൻട്രൽ ആയത്, ലാറ്ററൽ എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്, അതും കൂടി വേണം, ടെർമിനേഷനും കൂടി വേണം. ലാറ്ററൽ ഡയറക്റ്റ് ടെർമിനേറ്റ് ചെയ്തിട്ട് ഡിസ്റ്റൽ ലിംസിലോട്ട് പോകുന്നു. വെൻട്രൽ ടെർമിനേറ്റ് ചെയ്യുന്നത് ഇന്റർ ന്യൂറോണിലാണ്. ഇന്റർ ന്യൂറോൺ ഓപ്പോസിറ്റിലോട്ട് കടന്നിട്ട് എവിടേക്ക് കൊടുക്കുന്നു, പ്രോക്സിമൽ മസിൽസിലോട്ട് കൊടുക്കുന്നു. ഇതാണ് പിരമിഡൽ ട്രാക്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ വരയ്ക്കേണ്ട, എക്സാമിന് ചോദിച്ചാൽ വരയ്ക്കേണ്ട കാര്യം.
ഇതിൽ തന്നെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി അതിന്റെ കുറച്ച് എന്താ പറയുക ഫങ്ഷൻസും പിന്നെ ലീഷൻസും കൂടിയേ പറയാനുള്ളൂ. നമ്മൾ ഈ പിരമിഡൽ ട്രാക്ട് ഒന്നുകൂടി നോക്കുകയാണ്. പിരമിഡൽ ട്രാക്ടിന്റെ ബാക്കി ഭാഗങ്ങളും കൂടി നോക്കുകയാണ്. നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്രീ സെൻട്രൽ ഗൈറസിൽ നിന്ന് തുടങ്ങി അതിങ്ങനെ താഴോട്ട് വന്നു, ഇന്റേണൽ ക്യാപ്സ്യൂളിലൂടെ പോയി, ഇന്റേണൽ ക്യാപ്സ്യൂളിന്റെ ജനുവിലൂടെയും ആന്റീരിയർ 2/3 ഓഫ് ദി പോസ്റ്റീരിയർ ലിംബിലൂടെയും വന്ന് ബ്രെയിൻ സ്റ്റെമിലോട്ട് കടക്കുന്നു. ബ്രെയിൻ സ്റ്റെമിലോട്ട് കടന്ന് നിങ്ങൾ നോക്കൂ, ഇത് കുറച്ചുകൂടി വൃത്തിയുള്ള പിക്ചറായിട്ട് വെച്ചതാട്ടോ. അപ്പം ബ്രെയിൻ സ്റ്റെമില് മിഡ് ബ്രെയിനിൽ കണ്ടില്ലേ ക്രേനിയൽ നെർവ് 3ക്കും 4നും സപ്ലൈ, അതിന്റെ ന്യൂക്ലിയസിന് സപ്ലൈ കൊടുത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള അല്ലെ ഇവിടുന്ന് വന്ന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ക്രേനിയൽ നെർവ് ന്യൂക്ലിയർ 3ക്കും 4നും സപ്ലൈ കൊടുത്തു. അതുപോലെ തന്നെ പോൺസിൽ 5, 6, 7 കൊടുത്തു. മെഡുല്ലയില് 9, 10, 11, 12 കൊടുത്തു. അതിന് ശേഷം ലോവർ മെഡുല്ലയില് പിരമിഡൽ ഡെക്യുസേഷൻ നടന്നു. താഴത്ത് വരുന്നു സ്പൈനൽ കോഡ്. നോക്കി, ഈ പിരമിഡൽ ഡെക്യുസേഷൻ നടന്നിരിക്കുന്നത് ഈ ഗ്രീനിനാണ് കേട്ടോ. ഈ ഗ്രീനിന് വന്നു, ഗ്രീന് വന്നിട്ട് ഇവിടെ ലാറ്ററൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ആയി മാറി ആന്റീരിയർ ഹോൺ സെല്ലിൽ വന്നിട്ട് അത് ടെർമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൽഫ മോട്ടോർ ന്യൂറോൺ വഴി പോകുന്നു. ഈ ആൽഫ മോട്ടോർ ന്യൂറോൺ വഴി പോകുന്നത് ഡിസ്റ്റൽ മസിൽസിലോട്ടാണ്. ഓക്കെ. എന്നാൽ ആന്റീരിയർ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ഇവിടെ വരുന്നു. ഇവിടുന്ന് ഒരു ഇന്റർ ന്യൂറോൺ വഴി അപ്പുറം കടക്കുന്നു. അവിടുന്ന് പിന്നും മോട്ടോർ നെർവ് ടു മസിൽ ഫൈബർ പോകുന്നു, അല്ലെങ്കിൽ ആൽഫ മോട്ടോർ ന്യൂറോൺ പോകുന്നു. ഇത് പ്രോക്സിമൽ മസിൽസിലോട്ടാണ്. ഓക്കെ, പ്രോക്സിമൽ മസിൽസിലോട്ടാണ്. അപ്പൊ ഇത്രയാണ് ഒരു പിരമിഡൽ ട്രാക്ടിന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒറിജിൻ പറഞ്ഞു നമ്മള്, സോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു സോഴ്സ് എവിടെ നിന്നാണ് ഇവർ വരുന്നത്? പിരമിഡൽ ട്രാക്റ്റിലെ സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പിരമിഡൽ സെൽസ് ഓഫ് ബെഡ്സ്. ഒരു 3% വരുന്നത് പിരമിഡൽ സെൽസ് ഓഫ് ബെഡ്സിൽ നിന്നാണ്. 97% വരുന്നത് ന്യൂറൽ സെൽസിൽ നിന്നാണ്. ഈ 97%ന്റെ ഫംഗ്ഷൻ ഇൻഹിബിറ്ററി ഫംഗ്ഷൻ ആണ്. ഫൈബേഴ്സ് ഇൻഹിബിറ്ററി ആണ്. എന്തിനാണ് ഈ ഇൻഹിബിറ്ററി ഫംഗ്ഷൻ? വാട്ട് ഈസ് ദി റീസൺ? എന്താണ് ഇവിടുത്തെ റീസൺ? അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാമ മോട്ടോർ ന്യൂറോൺ, ആൽഫ മോട്ടോർ ന്യൂറോൺ, സ്ട്രെച്ച് റിഫ്ലക്സ്, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസിൽ ടോണിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗാമ മോട്ടോർ ന്യൂറോൺ ആണ്. ഈ ഗാമ മോട്ടോർ ന്യൂറോണിന് യഥാർത്ഥത്തിൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് വന്ന് ആണല്ലോ ഗാമ മോട്ടോർ ന്യൂറോണിന് സിഗ്നൽ കൊടുക്കുന്നത്. ഗാമ മോട്ടോർ ന്യൂറോണിന്റെ ആ ഫംഗ്ഷന് കൂടാതിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, സബ് ടെക്ടനിക് ലെവലിലായിരിക്കണം എപ്പോഴും, കൂടരുത്. ഹൈപ്പർ ടോണി ഉണ്ടാകരുത്. മസിൽ ടോൺ എപ്പോഴും ഒരു നോർമൽ ലെവലിലായിരിക്കും ഉണ്ടാവേണ്ടത്. അതൊരിക്കലും കൂടരുത്. അപ്പൊ കൂടാതിരിക്കാൻ വേണ്ടി അവിടെ ഇൻഹിബിറ്ററി ആക്ഷൻ കൊടുക്കുന്നത് ആരാണ്? കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡീപ്പ് ടെൻഡൻ റിഫ്ലക്സ് പറഞ്ഞിരുന്നു, ആൽഫ മോട്ടോർ ന്യൂറോണിന്റെ ഫംഗ്ഷൻ അല്ലെ. നമ്മളൊരു സ്ട്രെച്ച് കൊടുക്കുന്നു, മസിൽ സ്ട്രെച്ച് ചെയ്യുന്നു, നമ്മളൊരു ഹിറ്റ് കൊടുക്കുന്നു, മസിൽ സ്ട്രെച്ച് ചെയ്യുന്നു, അതിന് ആൽഫ മോട്ടോർ ന്യൂറോൺ സെൻസറി സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു, സെൻസറി ഫൈബേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു, ആൽഫ മോട്ടോർ ന്യൂറോൺ വന്നിട്ട് അതിനെ കൺട്രാക്ട് ചെയ്യിക്കുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സ് നോർമലായി നടക്കണം. അതൊരിക്കലും ഹൈപ്പർ റിഫ്ലക്സി ആവരുത്. അപ്പം ഹൈപ്പർ റിഫ്ലക്സി ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? ആൽഫ മോട്ടോർ ന്യൂറോണിന് ഇൻഹിബിറ്ററി സിഗ്നൽസ് കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഇൻഹിബിറ്ററി സിഗ്നൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതും കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ആണ്. മനസ്സിലായോ? കാരണം ഈ 97% വരുന്നത് ന്യൂറൽ സെൽസ്, അവരുടെ ഫംഗ്ഷൻ ഇൻഹിബിറ്ററി ആണ്. സോ ഇൻഹിബിറ്ററി ഫംഗ്ഷൻ അവിടെ വേണം, എന്നാലേ കറക്റ്റ് മസിൽ ടോണും കറക്റ്റ് റിഫ്ലക്സും ഉണ്ടാവുകയുള്ളൂ. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റിന്, എൻ്റെ ശരീരത്തിലെ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റിന് ഡാമേജ് സംഭവിച്ചു, ഇൻഹിബിറ്ററി ആക്ഷൻ ഇവിടെ നഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ഹൈപ്പർ ടോണിയ സംഭവിക്കും അല്ലെ? ഗാമ മോട്ടോർ ന്യൂറോൺ വഴി ഹൈപ്പർ ടോണിയ സംഭവിക്കും. അതുപോലെ തന്നെ റിഫ്ലക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഹൈപ്പർ റിഫ്ലക്സി ഉണ്ടാകും. സോ UMN ലീഷൻ, UMN എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താ? സ്പൈനൽ കോഡിൽ ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ്, ഇവിടെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പിരമിഡൽ ട്രാക്റ്റിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ഫൈബേഴ്സും ഫ്രം ദി കോർട്ടക്സ് ടു ദി സ്പൈനൽ കോഡ്, അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അപ്പർ മോട്ടോർ ന്യൂറോൺസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ അപ്പർ മോട്ടോർ ന്യൂറോൺ ലീഷൻസ് ഉണ്ടായാൽ ഹൈപ്പർ ടോണിയയും ഹൈപ്പർ റിഫ്ലക്സിയയും ഉണ്ടാകും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോവർ മോട്ടോർ ന്യൂറോൺ ആണ് ഡാമേജ് പറ്റുന്നതെന്ന് വിചാരിക്കാം. ഗാമ മോട്ടോർ ന്യൂറോണിന് ഡാമേജ് സംഭവിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? മസിൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യില്ല, ഹൈപ്പോടോണിയ ഉണ്ടാകും. അതുപോലെ തന്നെ ടെൻഡൻ റിഫ്ലക്സ്, ഡീപ്പ് ടെൻഡൻ റിഫ്ലക്സും ഉണ്ടാകില്ല. അപ്പൊ അവിടെ എന്തുണ്ടാകും? ഹൈപ്പോ റിഫ്ലക്സിയയും ഉണ്ടാകും. മനസ്സിലായോ? അപ്പം ലോവർ മോട്ടോർ ന്യൂറോൺ ലീഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പർ മോട്ടോർ ന്യൂറോൺ ലീഷൻ സംഭവിക്കും എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ UMN ലീഷനിലും LMN ലീഷൻസിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും. അത് നമ്മൾ എന്തായാലും ഒന്ന് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം,
എന്താണ് ഫ്ലാക്സിഡിറ്റി, എന്താണ് സ്പാസ്റ്റിസിറ്റി? നിങ്ങൾ നമ്മൾ എക്സാമിന്റെ അവസാന സമയത്ത് വേഗം നോക്കുന്ന ഒരു ടേബിളാണ് UMN ലീഷൻ LMN ലീഷൻ ഡിഫറൻസ് ഇങ്ങനെ നോക്കും. അതിൽ ഒന്നൊരു സ്പാസ്റ്റിക് പാരാലിസിസ് ഉണ്ടാകും, ഒന്നൊരു ഫ്ലാക്സിഡ് പാരാലിസിസ് ഉണ്ടാകും. എന്താണ് ഫ്ലാക്സിഡിറ്റി, എന്താണ് സ്പാസ്റ്റിസിറ്റി? ഫ്ലാക്സിഡിറ്റി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടോണിയാണ്, ഡിക്രീസ്ഡ് ടോൺ ആണ്. ടോൺ ഡിക്രീസ് ചെയ്യാം. എവിടെ ആയിരിക്കും ടോൺ ഡിക്രീസ് ചെയ്യുക? തീർച്ചയായിട്ടും LMN ലീഷനിലായിരിക്കും ടോൺ ഡിക്രീസ് ചെയ്യുക. അതിന് കാരണം എന്താണ്? ടോൺ ഡിക്രീസ് ചെയ്യാനുള്ള കാരണം ഗാമ മോട്ടോർ ന്യൂറോണിന് ഡാമേജ് സംഭവിക്കുന്നു. മസിൽ ടോണിന്റെ നമ്മൾ പറഞ്ഞ സ്പോണ്ടേനിയസ് ലോക്കൽ സ്ട്രെച്ച് റിഫ്ലക്സ് അവിടെ ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? സ്പോണ്ടേനിയസ് ലോക്കൽ സ്ട്രെച്ച് റിഫ്ലക്സ് അവിടെ ഡാമേജ് ആവുന്നു. മസിൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഹൈപ്പോട്ടോണിയ സംഭവിക്കുന്നു. ഫ്ലാക്സിഡ് ആകുന്നു, മസിൽ ഫ്ലാക്സിഡ് ആകുന്നു. സോ ദർ വിൽ ബി എ ഫ്ലാക്സിഡ് പാരാലിസിസ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ടോൺ കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഇൻക്രീസ്ഡ് ടോൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ടോൺ ഇൻക്രീസ് ചെയ്യുന്നതിനെ സ്പാസ്റ്റിസിറ്റി എന്ന് പറയും. സ്പാസ്റ്റിക് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ ടോൺ ഇൻക്രീസ് ചെയ്യുന്ന പാരാലിസിസ് ആണ്. അതെപ്പോഴാണ് ഉണ്ടാകുക? ടോൺ എപ്പോഴും ഇൻക്രീസ് ചെയ്യുക? UMN ലീഷൻ ഉണ്ടാകുമ്പോൾ. അത് നമ്മൾ കൂടുതലായിട്ട് UMN ലീഷനും LMN ലീഷനും നമ്മൾ പറയും. ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞതാണ് UMN ലീഷനും LMN ലീഷനിലും ഉണ്ടാകാൻ പോകുന്ന ഡിഫറൻസ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇതാണ് പിരമിഡൽ ട്രാക്റ്റിന്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത് എഴുതി വെച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച മാർക്കൊക്കെ കിട്ടും. പിന്നെ അതിന്റെ ക്ലിനിക്കൽ ആസ്പെക്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിരമിഡൽ ട്രാക്ട് ലീഷനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണുള്ളത്, ഫേഷ്യൽ നെർവ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫേഷ്യൽ നെർവിന്റെ ഇന്നർവേഷൻ, ഫേഷ്യൽ നെർവ് ന്യൂക്ലിയർ ഇന്നർവേഷൻ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ ഫൈബേഴ്സിനെ 3-4 വന്ന ഫൈബേഴ്സിനെ കോർട്ടിക്കോ ന്യൂക്ലിയർ എന്നും പിന്നെ ബാക്കി ഫൈബേഴ്സിനെ കോർട്ടിക്കോ ബൾബാർ എന്നും പറഞ്ഞു. ക്രേനിയൽ നെർവ് ന്യൂക്ലിയസിലോട്ട് പോകുന്ന ബാക്കി ഫൈബേഴ്സിനെ കോർട്ടിക്കോ ബൾബാർ എന്നും പറഞ്ഞു. അപ്പോ ഈ ഫൈബേഴ്സിൽ ആരാണ് LMN, ആരാണ് UMN? നമ്മൾ പറഞ്ഞു സ്പൈനൽ കോഡിൽ ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള പിരമിഡൽ ട്രാക്റ്റിലെ എല്ലാ ഫൈബേഴ്സും UMN ആണ്. സ്പൈനൽ കോഡിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആൽഫ മോട്ടോർ ന്യൂറോണും ഗാമ മോട്ടോർ ന്യൂറോണും LMN ആണ്. എന്നാൽ ഈ ഒരു കേസിൽ ക്രേനിയൽ നെർവ് ന്യൂക്ലിയസിന്റെ കേസിൽ ആരാണ് UMN, ആരാണ് LMN? ഇവിടെ UMN-ഉം LMN-ഉം വരുന്നത് ഈ സെറിബ്രൽ കോർട്ടക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് വന്ന് അപ് ടു ഏത് വരെയുള്ള ക്രേനിയൽ നെർവ് ന്യൂക്ലിയ വരെയുള്ള എല്ലാ ഫൈബേഴ്സും എന്താണ്? UMN ആണ്. ഈ ക്രേനിയൽ നെർവ് ന്യൂക്ലിയയിൽ നിന്ന് പിന്നെ വരുന്ന ഫൈബേഴ്സ്, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഫേഷ്യൽ നെർവ്, അതൊരു LMN ആണ്, ലോവർ മോട്ടോർ ന്യൂറോൺ ആണ്. കാരണം അത് ഫേഷ്യൽ ന്യൂക്ലിയസിൽ നിന്ന് വരികയാണ്. അപ്പം ചില പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്പൈനൽ കോഡിന്റെ ടെർമിനേഷന് ശേഷം വരുന്ന എല്ലാ ഫൈബേഴ്സും LMN, അതിനു മുമ്പുള്ള എല്ലാ ഫൈബേഴ്സും പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, ക്രേനിയൽ നെർവ് ന്യൂക്ലിയറിന്റെ അവിടെ ടെർമിനേഷൻ നടക്കുന്നുണ്ട് കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സിനും കോർട്ടിക്കോ ബൾബാർ ഫൈബേഴ്സിനും. അവിടെ നിന്നും ഫൈബേഴ്സ് അറൈസ് ചെയ്യുന്നുണ്ട്, ആ ഫൈബേഴ്സിനെയും നമ്മൾ എന്താ വിളിക്കുക? ലോവർ മോട്ടോർ ന്യൂറോൺ തന്നെയാണ് വിളിക്കുക. അപ്പം ക്രേനിയൽ നെർവ് ന്യൂക്ലിയയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഫൈബേഴ്സും ലോവർ മോട്ടോർ ന്യൂറോൺ ആണ്. ഫേഷ്യൽ നെർവ് ലോവർ മോട്ടോർ ന്യൂറോൺ ആണ്, അത് ഫേഷ്യൽ ന്യൂക്ലിയയിൽ നിന്ന് അറൈസ് ചെയ്യുന്നവരാണ്. അപ്പം ആ ഒരു ഡെഫിനേഷനും കൂടി ഒന്ന് ആലോചിച്ച് വെക്കണം. ഒരിക്കലും ലോവർ മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ആൽഫ മോട്ടോർ ന്യൂറോണും ഗാമ മോട്ടോർ ന്യൂറോണും മാത്രമല്ല, ലോവർ മോട്ടോർ ന്യൂറോൺ ആയിട്ട് നമുക്ക് ക്രേനിയൽ ന്യൂക്ലിയയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന എല്ലാ ഫൈബേഴ്സിനെയും പറയാൻ പറ്റും.